Usha Rani from Trivandrum. Put your hands together. Please welcome her on the stage. Hi Usha Rani. Namaskaram. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. How are you? I'm feeling very good being with you all. Thank you. കുറേയധികം നല്ല അമ്മമാരുടെ കൂടെ അവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ. I'm so excited. Yeah. ഉഷാറാണി ട്രിവാൻഡ്രം അല്ലേ? അതെ. ഓക്കെ, ഉഷാറാണിയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. Over to the profile. എൻ്റെ പേര് ഉഷാറാണി എന്നാണ്. ഒരു ഡാൻസറാണ്. ചെറുപ്പത്തിലേ മുതൽ അമ്മ വളരെ കുട്ടിക്കാലം മുതൽ എനിക്ക് തോന്നുന്നു അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ഡാൻസർ, എന്നെ വലിയ നർത്തകിയാക്കി തീർക്കണം എന്ന രീതിയിലായിരുന്നു എൻ്റെ അമ്മ വളർത്തിയത്. എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ഞാനൊരു നല്ല ഹൗസ് വൈഫ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട് നല്ലൊരു അമ്മയാണ്, മക്കളും പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ ടെഡി ബെയർസിനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അമ്പലം. അപ്പോൾ ആ ഒരു ഭക്തിയുടെ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നത്. ആത്മവിശ്വാസത്തോടെ ജീവിക്കുക, വളരെ ധൈര്യത്തോടെ ജീവിക്കുക. എന്തും വരട്ടെ, എന്തും വന്നാലും നമ്മളതിനെ നേരിടുക, ധൈര്യത്തോടെ നേരിടുക. നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. ഇതെല്ലാം എൻ്റെ വിശ്വാസം. ഉഷാറാണി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഒരു ബൈബിൾ ഒരു വാചകമുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒന്ന് തിരിഞ്ഞ മുടിയൊക്കെ ഒന്ന് കാണട്ടെ. എന്താണ് ഓ രഹസ്യ ദൈവമേ? ഒറിജിനലാണോ? ഒറിജിനൽ കൊറേ ഒറിജിനലാണ്. അത് ഞാൻ അന്ന് പ്രിലിംസിന് വന്നപ്പോ കണ്ടു അല്ലേ? ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ മത്സരത്തിൽ ഒരുമിച്ച് മത്സരിച്ചു. ഈശ്വര, ഞാനത് വളരെയധികം സന്തോഷത്തിലാണ്. എൻ്റെ ഒരു ബാല്യകാല സഖിയെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഒരു എന്താ പറയുക, ആ ഒരു അനുഭവമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നില്ല ഒരു കുചേലൻ എങ്ങനെയാണ് കൃഷ്ണനെ കാണാൻ പോകുന്നത്. ആ രീതിയിലായിരുന്നു എൻ്റെ സംശയം. എങ്ങനെ ഉണ്ടാവും എന്നെ തിരിച്ചറിയോ? ആരാ കുചേലൻ, ആരാ കൃഷ്ണൻ? ഞാൻ കുചേലൻ. അപ്പൊ പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞില്ലേ എന്നെ തിരിച്ചറിയോ അതോ ഇതാരാന്ന് ചോദിക്കോ? ദൈവമേ, എന്നാ പിന്നെ ഞാൻ ചമ്മി നാശാവും. എന്ന് വെച്ചാൽ കുട്ടികളോടൊക്കെ TV കാണുമ്പോൾ പറയും നമ്മുടെ ഫ്രണ്ടാ അത്, ഞങ്ങളൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ വലിയ ക്രെഡിറ്റ് പറയാറുണ്ട്. അപ്പൊ TV വരുമ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് വന്നു. അതുപോലെ പൂർവ്വമേ കണ്ടാലും പറയും എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്താണ് പൂർണിമ പഠിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ആ കുട്ടിക്കാലം പോലെ പൂർണിമ കണ്ട് പരിചയമാണ്. അപ്പോൾ TV വരുമ്പോൾ ഞാൻ പറയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ടീച്ചറെ അടുത്ത് പഠിച്ചവരാണ്. ഒരുപോലെ ഫസ്റ്റ് വായിച്ചാണ്. ഞങ്ങൾ അന്ന് ഫസ്റ്റ് ആയിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞോ കണ്ടപ്പോഴേക്കും? പിന്നെ തിരിച്ചറിഞ്ഞു, എല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഭഗവാനെ നേരിട്ട് കാണാൻ കിട്ടിയ ചാൻസാ. അതാ എനിക്ക് അത്ഭുതം തോന്നിയത്. ഉർവേശ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കണ്ടു ഭഗവാൻ കൃഷ്ണനെ, കുചേലനും കൃഷ്ണനും. ഉഷയ്ക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. അതെന്താ? ഭയങ്കര ഒരു ടഫ് കോമ്പറ്റീഷനും. അതാരാന്ന് ഉഷ തന്നെ പറയും. അതെന്നെ നാത്തൂനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ശരി, കുടുംബം മൊത്തം ഇറങ്ങിയിരിക്കല്ലേ വനിത. ഒന്നെങ്കിൽ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ നാത്തൂന്റെ വീട്ടിൽ. എനിവേസ്, ഇപ്പൊ പെർഫോമൻസ് കാണാം നമുക്ക്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.
बारिश का बोसा है कोसा है कोसा है बारिश का बोसा है जल 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 थल जल थल चल 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 बहता चल नन्नारे 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 बरसोरे मेघा बरसोरे मेघा मेघा बरसोरे मेघा बरसो नन्नारे 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 ഉഷാറാണേ, ഉഷാറാണ്. താങ്ക് യു വെരി മച്ച്. ഒരു മഴ പെയ്ത് തോർന്നൊരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും നമ്മളെല്ലാരും ഒന്ന് തണുപ്പ് വന്നു അല്ലേ? ചെറിയ തണുപ്പ് അരിച്ചരിച്ചിറങ്ങും. പിന്നെ നല്ല പ്ലീസിങ്, ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ലാസ്റ്റ് വരെ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ കണ്ണിട്ട ആ ഒരു വെട്ടലും ആ ഒരു ടൈമിങ്ങും ആ നമ്പേഴ്സ് മൊത്തം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് വളരെ അല്ലാതൊരു ഫീലിംഗ്, ഒരിടത്ത് പോലും അതൊരുമാതിരി താന്നു പോയിട്ടേ ഇല്ല. അത്ര നല്ല സെലക്ഷൻ. അതുപോലെ തന്നെയായിരുന്നു ഓരോ ഡിഫറൻസിയേഷനും നല്ലപോലെ ചേഞ്ച് ഓവർ വന്നു അല്ലേ പൂർണ്ണ? അതെ, ഡാൻസർ അല്ലേ, അതുകൊണ്ട് പോരാത്തതിന് ഒരേ ഗുരുവും, അതുകൊണ്ട് അപ്പൊ പിന്നെ മോശമാവാൻ വഴിയില്ല. അതെ. ഇതാരാ കൊറിയോഗ്രാഫർ? 20 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ നമ്പേഴ്സ് ചെയ്യാറില്ല. മോഹിനിയാട്ടം കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ബ്രേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ ഔറംഗാബാദിലും ഹാമൻഡയർ അങ്ങനെ പിന്നെ മദ്രാസിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വരുമ്പോൾ പെർഫോം ചെയ്യും. അത് ഭരതനാട്യം മോഹിനിയാട്ടമായിരിക്കും. പിന്നെ ചെറുതായിട്ട് ചെറിയ ക്ലാസ്സസ് വീട്ടിലെടുത്തിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് ആയിരുന്നു. കൊറിയോഗ്രാഫി ആരാ ചെയ്തിരുന്നത്? ഇപ്പൊ കൊറിയോഗ്രാഫി ചെയ്തത് ഗായത്രി ഗോവിന്ദായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അത് ക്ലാസിക്കലാണ്. അപ്പോൾ ഒരാഴ്ച 2 ദിവസമെങ്കിലും 2 സ്റ്റെപ്സ് എങ്കിലും ഞാൻ ചെയ്തിരിക്കും. ഉഷാറാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം എന്താണ്? ഒരുപാടുണ്ട്. ഉഷാറാണെങ്കിൽ അവനവന്റെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം മാറ്റിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നത്. അതെ, ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണലാവും. എനിക്ക് അത് കലാകാരി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ട് കലാകാരികൾക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവേണ്ട ഒരു സ്വഭാവം ഉണ്ടെന്ന്. ആ ഒരു സ്വഭാവം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് പക്ഷെ ഇവിടെ ഗുണം ചെയ്യും കേട്ടോ. അടുത്ത് സ്കൂളിൽ നിന്നൊരു ടെസ്റ്റ് വരുന്നുണ്ട്, അവിടെ ആയിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, 2 സൈഡ് ഉണ്ട്. എന്തും വരട്ടെ, ഈശ്വരൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെയുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അതുണ്ട്. പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, പിന്നെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ നമുക്ക് ഉഷയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലേ? കുട്ടികളും അവർക്ക് എന്തൊക്കെ പറയണ്ടാവും? ഞാൻ ആക്ച്വലി മോഹിനിയാട്ടവും ഭരതനാട്യവും പെർഫോമൻസേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സോ
ഐ എം ത്രിൽഡ് ബൈ ഹർ പെർഫോമൻസ് ആസ് വെൽ ആസ് എ സ്റ്റേജ്. എന്തൊക്കെയാ മോന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു അമ്മയുടെ ഇന്നത്തെ പെർഫോമൻസിൽ? നല്ലതായിട്ട് കളിച്ചു. കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? പാട്ടാരാ സെലക്ട് ചെയ്തേ? പാട്ടൊക്കെ അമ്മ തന്നെ. മോൻ കമന്റ്സ് മാത്രം പാസ് ചെയ്തല്ലേ? കമന്റ്സ് മാത്രം. തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ കുട്ടി? മോന് ഡാൻസ് അറിയോ? ഡാൻസ് ഒന്നും അറിഞ്ഞുകൂടാ, എന്നാലും തെറ്റ് വരുമ്പോൾ നമുക്ക് ആരായാലും മനസ്സിലാവും. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഇളയാളോ? നന്നായി കളിച്ചു അമ്മ. അയ്യോ അതിലൊരു സ്നേഹം നോക്കും. അവിടെ മാത്രമേ പറഞ്ഞത് നന്നായി കളിച്ചു അമ്മ. വെരി ഗുഡ്. ഉഷാറാണി, ഡാൻസ് നന്നായിരുന്നു ആൻഡ് യു ആർ ട്രെയിൻ ഫോർ ഇറ്റ്. ഇത്രയും സമയം ഇല്ലാതെ തന്നെ ഒരു സാധനം ഇപ്പോൾ തരാം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നെയിമിങ്, പേര് പറയുന്ന ഇതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പേരിനെക്കുറിച്ച് നമുക്ക് ഉഷയുടെ പേരിനെക്കുറിച്ച് ഭയങ്കര ചമ്മലാണ്. പക്ഷേ ഇവിടെ കൽപ്പനയ്ക്ക് അറിഞ്ഞേ പറ്റൂ ഉഷാറാണിയുടെ പേരെന്താണെന്നുള്ളത്. അങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. ആ ഒരു നിമിഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. നാണക്കേടങ്ങ് താങ്ങാൻ വയ്യ. അത് നാണക്കേട് എന്ന് പറയുന്ന ഫേസിൽ മാത്രമല്ല, മൊത്തം ദേഹത്ത് ഈ നാണക്കേടുണ്ട്. ഈ നാണം എങ്ങനെ മറക്കണം എന്ന് പോലും അറിയില്ല നമുക്ക്. അതിനുള്ള സ്ട്രഗിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേര് പറയുന്നു, നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഓക്കെ. അറിയില്ല, എന്നെ അറിയില്ലേ? എന്നെ അറിയില്ല. അന്ന് നമ്മൾ ഒന്നിച്ച്. ചേച്ചി സുഖല്ലേ? സുഖമാണ്. പക്ഷെ പേരെന്താന്നാണ് ചേച്ചി? പിന്നെ പക്ഷെ ഈ പേരെങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഞങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ ഭയങ്കര ചിരിയാണ്. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിലായില്ല ആളാരാന്ന്. പേരൊന്ന് പറയൂ. അല്ല ചേച്ചി, അത് വിട്, ചേച്ചി വിട്. ശ്യാമളയെന്നാണോ പേര്? ചേച്ചി ലതയോ? ഇങ്ങോട്ട് നോക്കൂ, പേരെന്താ? അല്ല ചേച്ചി വിട്. ചേച്ചി ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നപ്പോ തന്റെ ചേച്ചിയുടെ കാര്യങ്ങൾ അതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു എല്ലാം. ഞാൻ ഒറ്റ ആവശ്യം ചോദിച്ചോളൂ. ഞാൻ വേറെ ഒന്നും 1 കോടി രൂപയൊന്നും ഞാൻ കൈ ചോദിച്ചില്ല. പേരെന്താന്ന് ഒരാളോട് ചോദിച്ചാൽ പറയില്ല എന്ന് വെച്ചാൽ കഷ്ടമല്ലേ? പേരെന്താ? ചേച്ചിയുടെ തമാശകൾ കേട്ടിട്ട് എനിക്ക് Usha was going right from the beginning, you were going away from the excess. ഇത് നിങ്ങൾ തമ്മിലുള്ള കോൺഫ്രണ്ടേഷൻ അല്ല ഉദ്ദേശിച്ചത്. കൽപ്പന ഒരു പ്രാവശ്യം പേര് ചോദിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളതിലേക്ക് തിരിച്ചു പോകണ്ട. ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദ പോയിന്റ്സ്. അപ്പോൾ ആ നാണക്കേട്, നമ്മളിപ്പം ബർസോറെ മേഘ മേഘ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആ ഡാൻസിൻ്റെ ഒരു സാധനം ഫിസിക്കലി വന്നിരുന്നു. യു ആർ നോട്ട് ടോക്കിംഗ് ബട്ട് ഐ ഗോട്ട് ഇറ്റ്. മനസ്സിലായല്ലോ? നമ്മൾ പല സാധനങ്ങളും നമ്മൾ പറയേണ്ട കാര്യമില്ല. നാണമാണ് എങ്കിൽ നാണം എവിടെ? ഫ്രം യുവർ പെരിവറൽ ടു യുവർ ഹെഡ്. ആ നാണം വന്ന് ആ നാണം കണ്ട് പേര് പറയാൻ വയ്യാതെ ഒരു നിമിഷത്തിൽ അറിയാതെ പറഞ്ഞു പോയി ഓടുന്നൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഉഷ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അത് ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ നോക്കണം. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് വോക്കൽ അതിലൊരു ഭാഗമാണ്. ശബ്ദം കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് മൂന്നും കൂടി വരുമ്പോഴേ ഒരു നല്ല ക്രിയേഷൻ നടക്കുന്നു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്.